എന്തൊക്കെയാണ് നമ്മൾ പ്രീനേറ്റൽ കെയറിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതായത് നമ്മൾ റുട്ടീനായിട്ട് എല്ലാ വിസിറ്റിലും BP, വെയിറ്റ് ഇതെല്ലാം റെഗുലർ ആയിട്ട് നോക്കും. പിന്നെ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ടാവും. അതായത് ഷുഗർ നോക്കാന്, തൈറോയിഡ്, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാന്, അനീമിയ ഉണ്ടോ എന്ന് അറിയാനായിട്ട്, ഹീമോഗ്ലോബിന്റെ അളവ്, പിന്നെ ഇൻഫെക്ഷൻ അറിയാനായിട്ട് HIV, ഹെപ്പറ്റൈറ്റിസ്, സിഫിലിസ് അങ്ങനെയുള്ള ടെസ്റ്റുകൾ. പിന്നെ നമ്മൾ ചെയ്യുന്നത് സ്കാനിങ്ങുകളാണ്. അതായത് ഏർലി പ്രഗ്നൻസി സ്കാൻ ഉണ്ടാവും, പിന്നെ NT സ്കാന്, അനോമലി സ്കാന്, കുഞ്ഞിന്റെ വളർച്ച അറിയാനായിട്ട് ഗ്രോത്ത് സ്കാൻ ഉണ്ടാവും. പിന്നെ റുട്ടീനായിട്ട് നമുക്ക് എല്ലാ തവണയും കുഞ്ഞ് കുറച്ച് വലുപ്പമാവുന്നത് തൊട്ടിട്ട് നമ്മൾ വയർ നോക്കിയിട്ട് കുഞ്ഞിന്റെ വലുപ്പം ക്ലിനിക്കലി നോക്കുകയും പിന്നെ കുഞ്ഞിന്റെ മിടിപ്പെല്ലാം കേട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യും. പിന്നെ നമുക്ക് വാക്സിനേഷൻസ് ഉണ്ടാവും. അതായത് TTന്റെ ഇഞ്ചക്ഷന് നമ്മൾ 1 മാസം ഇടവിട്ട് 2 ഡോസുകളും കൊടുക്കാറുണ്ട്. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്ന ബുദ്ധിമുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്, അതായത് അമ്മയ്ക്കാണെങ്കിൽ ജസ്റ്റേഷൻ ഡയബറ്റിസ്, അതിന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ നമുക്ക് പ്രീ എക്ലാംസിയ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, രക്തം കുറഞ്ഞിട്ട് അമ്മയ്ക്ക് തലകറക്കം, ഹാർട്ടിന് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടു കൺക്ലൂഡ്, നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യമുള്ള ഒരു അമ്മയ്ക്കും കുഞ്ഞിനുമായിട്ട് റുട്ടീനായിട്ടുള്ള പ്രീനേറ്റൽ കെയർ അത്യാവശ്യമാണ്. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സെവൻ ഹോസ്പിറ്റൽ താനൂരിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്.